അതായത് സ്ത്രീകൾക്ക് സംവരണം ഇനി കൊടുക്കേണ്ട കാര്യമില്ല. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീ തന്നെ അതായത് ഒരു സ്ത്രീ തന്നെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം സ്ത്രീകളുടെ സംവരണത്തിന് നാനാവശങ്ങളുണ്ട്. ഇപ്പൊ കുറച്ച് പെൺകുട്ടികൾ ലിവിങ് ടുഗദർ ആയി എന്നതുകൊണ്ട് സംവരണം എന്ന് പറയുന്നത് ഏറ്റവും ഡൗൺ ട്രോഡൻ ആയിട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യര് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെ ഈക്വലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംവരണം എന്നുള്ള സംവിധാനം ഉണ്ടാകുന്നത്. സംവരണം ഇപ്പൊ ബസ്സിൽ സംവരണം, നിങ്ങൾ ബസ്സിൽ ഇപ്പൊ സംവരണം ഉണ്ടായിട്ട് തന്നെ ബസ്സിൽ സ്ത്രീകളുടെ സീറ്റിൽ കയറിയിരുന്ന് ഇത് ജനറൽ അല്ലേ എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇരിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ സംവരണം ഇല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ആ ബസ്സിൽ സീറ്റ് കിട്ടില്ല. കാരണം സുരക്ഷയും സംവരണവും രണ്ടും രണ്ട് തന്നെയാണ്. സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിയമങ്ങൾ വരുന്നത്. സംവരണം എന്ന് പറയും ഇപ്പൊ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതാണ് യഥാർത്ഥത്തിൽ നിയമനിർമ്മാണം നടത്തുന്നത്. അവിടെ എത്ര സ്ത്രീകളുണ്ട് മാഡം? എത്ര സ്ത്രീകളുണ്ട്? ആ സ്ത്രീകൾ ഈക്വൽ ആയിട്ട് വന്നാലല്ലേ ഈ സംവരണത്തിന്റെ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റുള്ളൂ. സംവരണം ഉണ്ടായിരുന്നേ, സംവരണം ഇല്ലാതെ നിയമനിർമ്മാണ സഭകളിൽ പോലും വരാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും ജനസംഖ്യ സ്ത്രീകൾ ഇപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകളാണ്. പക്ഷെ അതിനനുസരിച്ച് സ്ത്രീകൾ പാർലമെന്റിലേക്ക് വരുന്നില്ല. കാരണം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും ലീഡർഷിപ്പ് പുരുഷ കേന്ദ്രീകൃതമാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് വരണം എന്തുണ്ടെങ്കിൽ അവർക്ക് സംവരണം വേണം. ഏത് സ്ത്രീകളാണ് ഈ അർദ്ധരാത്രി പോയി പോസ്റ്റർ ഒട്ടിക്കാനും അടികൊള്ളാനും സമരം കൊള്ളാനും വാട്ടർ കണ്ടും പോകുന്നത്? എന്തിനാ അവര് പോണെന്നോ? നിങ്ങൾ പറഞ്ഞ അല്ല, എല്ലാം ഉരുളി ഉരുട്ടി അണ്ണാക്കിലോട്ട് തരണം സ്ത്രീകളുടെ, പുരുഷന്മാർ കഷ്ടപ്പെട്ടോട്ടെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ? അതാണ് നിങ്ങൾ ഇൻഡയറക്ട്ലി പോളിഷ്ഡ് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങൾ പറയുന്നത്. എക്സാക്ട്ലി ഉരുട്ടി ഞങ്ങളുടെ അണ്ണാക്കിലോട്ട് തരണം. ഞങ്ങളത് ഉരുട്ടൊന്നും വേണ്ട, സ്ത്രീകളെ കാലുകൊണ്ട് തട്ടാതിരുന്നാ. കേരളത്തില് ഇലക്ഷന് നിൽക്കാൻ പ്രായപരിധി കഴിഞ്ഞ എല്ലാവർക്കും നോമിനേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അവസരമുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാ രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ വേണം? നിങ്ങൾക്ക് പകലൊട്ടിച്ചൂടെ? രാവിലെ പണിക്ക് പോകണം. ഇനി ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ, അതുകൊണ്ട് ചോദിച്ചോ. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു പകല് പോണം, അതുകൊണ്ട് രാത്രി പോയി ഒട്ടിക്കുന്നത്. പകലും നമ്മളല്ലേ രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യം രാത്രി ചെയ്യുന്ന കാര്യങ്ങള് സ്ത്രീകൾക്ക് രാത്രി ചെയ്യാൻ പറ്റില്ല. ഉദ്ദേശിക്കാത്ത കാര്യം ഉരുട്ടി മറിക്കരുത്. നമ്മൾ ചർച്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.